രാക്ഷസൻ വിഷ്ണു വിശാൽ. നമ്മുടെ രാക്ഷസൻ വിഷ്ണു വിശാലിന്റെ ഒരു സിനിമ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, വേണമെങ്കിൽ ഒരു സൈക്കിക് ത്രില്ലർ, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിംഗ് ബേസ്ഡ് പടം എന്നൊക്കെ പറയാം. ആര്യൻ റിലീസായത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ എവിടെ ത്രില്ലർ ഉണ്ടോ അവിടെ കമ്പാരിസൺ രാക്ഷസൻ ആയിട്ടാണ്. സോ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാക്ഷസൻ പോലത്തെ പടമല്ല, കമ്പയർ ചെയ്യരുത് എന്നൊക്കെ. സ്റ്റിൽ കമ്പാരിസൺ ഉണ്ടാവും. അതാണ് രാക്ഷസന്റെ പ്രത്യേകത. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സദേൺ ഇൻഡസ്ട്രി. ഹോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെ ഒരു പെട്ടിക്കട ത്രില്ലർ ഇറങ്ങിയാലും കമ്പാരിസൺ രാക്ഷസൻ ആയിട്ടാണ്. രാക്ഷസന്റെ മുകളിൽ പോയോ രാക്ഷസന്റെ താഴെയാണോ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് ഇതിന് മുകളിൽ എന്ത് റെക്കഗ്നിഷൻ കിട്ടാനാണ്? ഈ ഇടയ്ക്ക് മറ്റേ വിഷ്ണു വിശാൽ ഏതോ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എന്നെ 9 പടത്തിൽ നിന്ന് ഒഴിവാക്കി, 10 പടത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ. ബ്രോ, ഈ ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല രാക്ഷസന്റെ മുകളിൽ ഒരു ത്രില്ലർ വരുന്നത്. ആ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. രാക്ഷസൻ 2 പോലും ഇവൻ അതിന്റെ മുകളിൽ പോകാൻ പറ്റില്ല. ദാറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. സോ ഈ സിനിമ വന്നിട്ട് മറ്റേ മേനക പറഞ്ഞിട്ടൊരു മലയാളം സീരീസ് ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടറും ഇതിന്റെ ഡയറക്ടറും ഒന്നാണ്. ഇപ്പൊ തന്നെ കാര്യം പിടിയിട്ടില്ലേ? ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ റീമേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ വെർജിൻ ആയിട്ടാണ് ഈ സിനിമ കാണാനിരുന്നത്. മനസ്സിലായില്ല? മേനക സീരീസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആയിരുന്നു. കാരണം വിഷ്ണു വിശാൽ പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ അത് വേറെ ലെവൽ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ആരുടെ തെറ്റ്? എന്റെ തെറ്റ്. ശോകം ശോകം ശോകമൂകം. എന്റെ പൊന്നാണ്, വൻ ശോകപ്പടമായിരുന്നു. വെരി ബോറിംഗ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓറ സ്ക്രീൻ പ്രസൻസ് ഉള്ളത് ഇതിലെ മഹീന്ദ്ര താറിനാണ്. വേറെ ഒരു ആക്ടർക്കും ഒരു ആക്ട്രസിനും 7 അയലത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല. കാരണം പടം ഭയങ്കര ബോറിങ്ങും സ്ലോ ആണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കിടുവായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലർ പടത്തിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ഒരു 5 ദിവസം 5 കൊലപാതകങ്ങൾ നടക്കും, ക്ലീശയായി തോന്നിയില്ലേ? എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ് 20 മിനിറ്റ്സ്. ഞാനിങ്ങനെ സീറ്റ് ഓഫ് ദി എഡ്ജ് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് വളരെ വളരെ നല്ലത്. ഇത്രയും വെറുപ്പിച്ച ഒരു സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയ്ക്ക് ഇടയിൽ ത്രില്ലറിന്റെ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക്, നമ്മുടെ വിഷ്ണു വിശാലിന് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട്, വിഷ്ണു വിശാലിന്റെ ഭാര്യയ്ക്കും ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട്. ആ കൊച്ചൊരു മഞ്ഞ ഐറ്റനിൽ പോണു, ഇങ്ങേര് താറിൽ പോണു. എന്തോന്ന് തേങ്ങ ഇത്. ഇതില് എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറായിട്ടൊരു നായികയുണ്ട്. ശ്രദ്ധ ശ്രീനാഥ് ഉണ്ട്. യൂഷ്വലി ശ്രദ്ധ ശ്രീനാഥ് എവിടെയുണ്ടോ അവിടെ പടം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പടമായിരിക്കും. ആൾക്ക് നല്ലോണം പെർഫോം ചെയ്യാനും ഉണ്ടാവും. ഇതില് ഈ റോള് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു റോള്. ആൻഡ് ആ കൊച്ചിന്റെ പെർഫോമൻസ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. സെൽവരാഘവനാണ് ഇതിൽ വില്ലനിസം കാണിച്ചിരിക്കുന്നത്. ഇത്രയും അവിഞ്ഞ അല്ലെങ്കിൽ ഇത്രയും പ്രാന്ത് പിടിപ്പിച്ച ഒരു വില്ലൻ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങേരെ അത്രയും കലിയാണ് വന്ന് ചത്തുപോയിട്ടും പ്രേതമായിട്ട് വേണ്ടി മനുഷ്യനെ വെറുപ്പിക്കണടാ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിഷ്ണു വിശാൽ ഗൊമ്മട്ടത്തിലെ സുദേവ് നായരുടെ അതേ അവസ്ഥയായിരുന്നു. ലോകത്തുള്ള സകലമായ ഓക്സിജൻ അണ്ണം വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു നിർവികാരതയായിരുന്നു ഫുള്ള്. ഒരു മിനിറ്റിൽ അങ്ങേർക്ക് മീശയും താടി നല്ല കറുത്തിട്ടായിരിക്കും, അടുത്ത മിനിറ്റിൽ വന്നിട്ട് ക്ലീൻ ഷേവ് ചെയ്ത പോലെ ആയിരിക്കും. ഇനിയിപ്പോ ഈ താറിൽ പോകുന്ന സമയത്ത് ഷേവ് ചെയ്യുന്നോന്ന് എനിക്ക് അറിയില്ല. വിഷ്ണു വിശാൽ ഇത്രയും ബോറായിട്ട് ഒരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ല. എവിടെയെങ്കിലും 1-2 ഹൈ മൊമെന്റ്സ് ഉണ്ടാവാൻ നമ്മളൊന്ന് ത്രില്ലടിച്ചിരിക്കും. പടം വീണ്ടും സ്വാഹ ആ ഒരു അവസ്ഥയാണ്. 2 മണിക്കൂർ 16 മിനിറ്റേ ഉള്ളൂ. ആൻഡ് ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ട് മോനെ. ഇത്രയും റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന ഒരു ക്ലൈമാക്സ് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. 10 മിനിറ്റിന്റെ ക്ലൈമാക്സ് ചുരുക്കിയിട്ട് 6 മിനിറ്റ് ആക്കിയതാണ്. അതാണ് തിയേറ്ററിൽ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോ ഏത് വേർഷൻ വന്നു എന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് ഇതേ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അയ്യോ, ശോകപ്പടം. നമ്മുടെ മിറാഷ് ജീത്തു ജോസഫിന്റെ മിറാഷ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. കാരണം സിനിമയ്ക്കുള്ളിലെ ട്വിസ്റ്റ് അല്ല, ട്വിസ്റ്റിൽ പൊതിഞ്ഞ സിനിമ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതും ഇഷ്ടപ്പെടും. പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇതില് ആ നല്ലവരെ കൊന്നിട്ട് അതിനൊരു അവിഞ്ഞ ഫിലോസഫി പറയുന്നുണ്ട്. അത് കേട്ടപ്പോ എനിക്ക് മറ്റടുത്ത ഫിലോസഫി ആയിട്ടാണ് തോന്നിയത്. എന്തിനാണ് നല്ലവരെ കൊന്നത് ചോദിക്കുമ്പോ അവര് ഫേമസ് ആയിക്കോട്ടെ, അവരെ പറ്റിയിട്ടും ആൾക്കാർ സംസാരിക്കട്ടെ. അതായത് ഒരു നേഴ്സ് നല്ല കാര്യം ചെയ്തു, അവരെ പറ്റി സംസാരിക്കാൻ വെച്ചാൽ അവരെ കൊല്ലണം, കൊന്നു കഴിഞ്ഞിട്ട് അവരെ പറ്റി സംസാരിക്കട്ടെ. നല്ല മറ്റടുത്ത ഫിലോസഫി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി മേനക സീരീസും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. മേനക ഭയങ്കര ഹൈലി റേറ്റഡ് ഒരു സീരീസ് ആണ്. പിന്നെ എന്തിനാ അതിന്റെ റീമേക്ക് ഉണ്ടാക്കി? ഈ 2019, 2020 ഒക്കെ ഈ കോവിഡ് കാലഘട്ടത്തില് ആൾക്കാർ കാണാത്ത സിനിമയില്ല, സീരീസ് ഇല്ല.
പിന്നെ എന്തിനീ ഒഫീഷ്യൽ റീമേക്ക്? ഇന്നത്തെ കാലത്ത് സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ ആൾക്കാർ സിനിമയും സീരീസും കാണും. ആ സമയത്താണ് മലയാളത്തിലത്തെ പടം എടുത്ത് തമിഴിൽ കൊണ്ടിറക്കും, തമിഴത്തെ പടം എടുത്തിട്ട് എല്ലാത്തിന്റെയും റീമേക്ക് എടുക്കുക ബോളിവുഡ്. പ്രാന്ത്. ഈ കണ്ട തന്നെ കാണാൻ നാട്ടുകാർക്ക് പ്രാന്തൊന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും ഫാമിലി മെമ്പേഴ്സോ ബന്ധുക്കളോ ഒന്നും അല്ല, വെറുതെ പോയിരുന്ന് കാണാൻ. ബാക്കിയുള്ളവരുടെ സമയത്തിന് കുറച്ച് വിലയൊക്കെ ഉണ്ട്. ദിസ് ഈസ് എ വെരി ബോറിംഗ് ഫിലിം ആക്ച്വലി. ചിലർക്ക് വൻ പടമായിട്ടൊക്കെ തോന്നും. ഇടയ്ക്ക് ഒന്ന് രണ്ട് ഹൈ മൊമെന്റ്സ് അല്ലാതെ ഈ പടത്തിൽ ഒന്നുമില്ലാത്തൊരു പടം. നമുക്ക് തോന്നും ഇത് എന്തോന്ന് ഇയാൾ ഇത് എന്തോന്ന് വല്ല ടൈം മെഷീൻ വെച്ച് പോയിട്ട് ഓരോ സാധനം കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന അങ്ങനെ വിചാരിച്ചോന്നൊക്കെ. ലോജിക്കൊക്കെ എനിക്ക് വലിയ ലോജിക്കലി അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ ആയിട്ടൊന്നും തോന്നിയില്ല. വെറുതെ കണ്ടു എന്നായി. വേറെ എത്രയോ പടം ഉണ്ടായിട്ടും വിഷ്ണു വിശാലിന്റെ ഒരു പടം അല്ലേ, ത്രില്ലർ അല്ലേ പറഞ്ഞിട്ട് കാണാതിരുന്നാണ്. അതിൽ നോം ഖേദിക്കുന്നു. വേണ്ടവര് കണ്ടു വെക്കുക. വാച്ച് ആൻഡ് ഡിസൈഡ്.